ഹലോ ഗായ്സ്, എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കോയമ്പത്തൂറുള്ള ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാൻ പോകാന്നുള്ളത്. അപ്പോൾ കുറേ കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു പോവായിരുന്നു. ഫൈനലി ഇന്നത് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് അത്രയും ദൂരം കാറിൽ ഇരിക്കാനും വയ്യ. പിന്നെ ഇന്ന് വേറെ കുറച്ച് ആവശ്യങ്ങളായിട്ട് അമ്മയ്ക്ക് പോകാനുണ്ട്. സോ അമ്മ വരുന്നില്ല. ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. സോ ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്താമല്ലോ. നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കാൻ കരുതി. പക്ഷേ ഏർലി മോർണിംഗ് ആണ് പോയത്. അതുകൊണ്ട് എല്ലായിടും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോൾ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി ഒരിടത്ത് ഞങ്ങൾ കയറി. അവിടുന്ന് ഞങ്ങൾ അപ്പവും പിന്നെ വെജ് കറിയാണ് പറഞ്ഞത്. പിന്നെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പൊരിച്ച പത്തിരിയും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക വേഗം ഇറങ്ങി കേട്ടോ. കാരണം നമുക്കിനി കുറേ ദൂരം പോകാനില്ലേ. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റ്സ് സ്നാക്സൊക്കെ തന്നെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോയതുകൊണ്ട് ഒരു 3 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ പോകാൻ. പക്ഷേ എന്താ ശരിക്കും അത്ര ആവശ്യമൊന്നുമില്ല, ഒരു 2-2.5 മണിക്കൂർ കൊണ്ടൊക്കെ എത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പതുക്കെയാണ് പോയത്, അല്ലുക്കുട്ടനൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നല്ല റോഡൊക്കെ ആയിരുന്നു, വലിയ ബ്ലോക്കും കാര്യത്തിലൊന്നും പെട്ടില്ല. പിന്നെ മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവിടെ എത്താൻ പറ്റി കേട്ടോ. പിന്നെ പോകുന്ന വഴിയൊക്കെ തന്നെയാലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. 2 സൈഡിലും നിറയെ മരങ്ങളും മലകളും പിന്നെ കോടയൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കേട്ടോ. അച്ചു ഉണ്ടായിരുന്നു. നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങാൻ മറന്നുപോയി. പിന്നെ ടിഷ്യൂ ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു സിറ്റി മാർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഒരു കേസ് വെള്ളം എടുത്തു. പിന്നെ കുറച്ച് ടിഷ്യൂ ഒക്കെ മേടിച്ച് തിരിച്ചു പോവുകയാണേ. കാരണം നമുക്ക് ഇനി ഇവിടെ നിന്ന് എന്താ പറയുക, നമ്മുടെ ജില്ല വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി നല്ല വെള്ളം കിട്ടുമോയെന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്നേ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ മോമോ ആൻഡ് മീൻ്റെ ഒരു ഇത് കണ്ടത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ പെരിന്തൽമണ്ണ ഉള്ളതാണ്, അതിൻ്റെ ഒരു ബ്രാഞ്ച് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ എന്താ പറയുക മോമോസിൻ്റെ നൊസ്റ്റു അടിച്ചിട്ടോ. അങ്ങനെ അതാ വീണ്ടും ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നേ. 2017 ഈ സ്റ്റാച്ചുവിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊരു സ്റ്റീലിൻ്റെ ബേസ്റ്റാണ്. അതിന് 500 ടണ്ണോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 112 അടിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബേസ് സ്കൾപ്ചറിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇതിന് കിട്ടിയിട്ടുണ്ട്. ഈശ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും ഹെഡും ആയിട്ടുള്ള സദ്ഗുരു ആണ് ഈ ആദിയോഗി സ്റ്റാച്ചു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈശായോഗി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 1992 സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കേട്ടോ. ഇതൊരു സ്പിരിച്വൽ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് യോഗ പ്രോഗ്രാംസും മെഡിറ്റേഷൻസും ട്രീ പ്ലാന്റിങ്, റൂറൽ അപ്ലിഫ്റ്റിംഗ് പോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതിന് ഇന്ത്യക്ക് പുറമെ US, UK, ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ സർവീസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ യോഗിയായിട്ടുള്ള ശിവശങ്കരനെയാണ് കേട്ടോ ഇവിടെ ആദിയോഗി എന്ന് പറയുന്ന സ്റ്റാച്ചു റെഫർ ചെയ്യുന്നത്. ശിവഭഗവാനാണ് ഈ ഒരു സ്റ്റാച്ചു സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് കേട്ടോ. ഈ സ്റ്റാച്യൂയിൽ എന്ന് നൈറ്റ് 7 മണിക്ക് 3D ലേസർ ഷോ ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തു നിന്ന് വരാറുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഷോയിൽ കാര്യമായിട്ടുണ്ടാവുക ആദിയോഗിയുടെ കഥയും പിന്നെ നമ്മുടെ സയൻസ് ഓഫ് യോഗ എന്നുള്ളത് എങ്ങനെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. ടു ഇൻസ്പയർ പീപ്പിൾ ടുവാർഡ്സ് ഇന്നർ വെൽ ബീയിങ് എന്നാണ് ഈ ഒരു സ്റ്റാച്ചു കൊണ്ട് ഇവരെ ഇവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ആയിട്ടുള്ള 112 അടി എന്ന് പറയുന്നത് പോലും സിംബലൈസ് ചെയ്യുന്നത് 112 സാധ്യതകളാണ് മോക്ഷം കിട്ടാനായിട്ടുള്ളത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള 112 ചക്രാസിലെ അതിനെ ഈ 112 ഫീറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്നർ പീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരും വരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നടക്കുന്ന യോഗ ആക്ടിവിറ്റീസ്, മ്യൂസിക്കും മന്ത്രങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു യോഗിക് ഫീലാണ് കേട്ടോ കിട്ടുക. മനസ്സിന് നല്ലൊരു തണുപ്പ്, ഒരു കുളിർമ, ഭയങ്കര എന്താ പറയുക, ഒരു ഇന്നർ പീസ് നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു സ്റ്റാച്ചു ആണ്, ഇതൊരു ക്ഷേത്രമൊന്നുമല്ല കേട്ടോ.
ഇത് ശിവൻ്റെ ഒരു സ്റ്റാച്ചു ആയതുകൊണ്ട് തന്നെ ശിവരാത്രിക്ക് ഇവിടെ അടിപൊളി പരിപാടികളായിരിക്കും കേട്ടോ ഉണ്ടാവുക. നമുക്കതിൻ്റെ ഇതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ ശിവരാത്രിക്ക് രാത്രി ഇവിടെ സദ്ഗുരുവിൻ്റെ പ്രഭാഷണം ഉണ്ടാവും, മ്യൂസിക്, പാട്ട്, അതുപോലത്തെ എല്ലാ പരിപാടികളും ഉണ്ടാവും. പിന്നെ നമുക്കിത് ലൈവായിട്ട് യൂട്യൂബിലും ടി വിയിലൊക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ. മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഇതൊക്കെ ലൈവായിട്ട് കാണുന്നതും. അവിടെ തന്നെ ആ ഗ്രൗണ്ട് ഫുൾ ആൾക്കാരായിരിക്കും. വലിയ പരിപാടിയായിരിക്കും ശിവരാത്രിക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ബസ്സിലൊക്കെ വരുന്നവർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിനകത്തേക്ക് തന്നെ ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടൊക്കെ തന്നെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് വരെ അതിൻ്റെ ബസ്സൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. പിന്നെ ഇതാ പോകുന്നുണ്ടോ, ഇതൊക്കെ ദൂരേന്ന് ഓരോ സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്നും തിരക്കാണ്, എപ്പോഴും ഇവിടെ തിരക്കാണ്. അങ്ങനെ വന്ന് ഞങ്ങളിതാ ഏകദേശമൊക്കെ അതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ ഈ ഒരു യോഗ സെൻറ്റർ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ഉള്ള ഏരിയയിലോട്ടാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം ഒരുപാട് ബസ്സുകളിലായിട്ടൊക്കെ തന്നെ ഇവിടേക്ക് ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് ഡെയിലി വരുന്നുണ്ട് ഓരോ സ്ഥലത്ത് നിന്നൊക്കെ. അങ്ങനെ അതാ നമ്മൾ ഇതിൻ്റെ ഒരു എൻട്രൻസിലോട്ട് എത്തി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇതിനുള്ളത്. ഫുൾ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പണികളും ദാ കണ്ടോ, ഇതിൻ്റെ ഒരു പണി നടക്കുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും പോയി നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസിൽ നമുക്ക് തോന്നുന്നു ഒരു 30 രൂപയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻട്രൻസ് ഫീ ആയിട്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, വാഹനത്തിൻ്റെ ഇത് നോക്കിയിട്ടാണ് കേട്ടോ ചാർജ് വാങ്ങുന്നത്. നമ്മളേന്നൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ആയതുകൊണ്ട് നമ്മളിതൊന്നും വാങ്ങിയിട്ടില്ല, അതിൽ നിന്ന് കട്ടാവുന്ന പറഞ്ഞത്. അല്ലാതെ ഒരു 30 രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ ആയിട്ട് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ പറയുക കയറി ചെന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ഞാനും എൻ്റെ കണ്ണാടിയൊക്കെ പറന്ന് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിന് ചുറ്റുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് മലനിരകളും മരങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ പുല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഭയങ്കര സീനറിയാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലോട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ട ഒരു വേ ഉണ്ട്, അവിടെ കൂടിയാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ അതിന് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരുപാട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ. ഇതിന് ചുറ്റും ഒരുപാട് എന്താ പറയുക കന്നുകാലികളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ മുന്നൊക്കെ ഇവിടെ കാറ്റൽ ഫീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 20 രൂപ കൊടുത്താൽ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതായത് ഇതുപോലത്തെ വണ്ടികളുണ്ട്, നമുക്ക് നടക്കാൻ വയ്യാത്ത അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതിൽ കൊണ്ടുപോകുന്നത്. കണ്ടോ കാറ്റുണ്ടോ, ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. നമ്മളവിടെ ചെന്നിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഭയങ്കര പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ചെരുപ്പ് ഊരിടണം, ഇവിടെ ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലോട്ട് സ്റ്റെപ്സ് ഉണ്ട്, അതിൻ്റെ അവിടെയെങ്കിലും ഇട്ടാൽ മതി. പക്ഷെ നമുക്ക് അതറിയാത്തതുകൊണ്ട് നമ്മളിവിടെ ഊരിയിട്ടിട്ട് പിന്നെ നടന്നു പോയത്. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇവിടെ ചൂടാണെങ്കിലും കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ നിലത്തുള്ള ചൂട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് പൊള്ളി കിടക്കുകയാണേ. അതാ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താ അല്ലേ, എന്തൊരു മെജസ്റ്റിക് ആയിട്ടല്ലേ, അടിപൊളിയായിട്ട് നമ്മൾക്ക് അവിടെ നിൽക്കുമ്പം എനിക്കൊക്കെ ഭയങ്കര ഒരു ഗൂസ് ബംസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫീലായിരുന്നു. അലുക്കുട്ടൻ വണ്ടിയിൽ ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഉണർന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറക്കച്ചടവും കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ. യോഗേശ്വർ ലിംഗം എന്നാണ് കേട്ടോ അതിനെ പറയുക. അതിനെയാണ് നമ്മൾ ഇങ്ങനെ ദയവായിട്ട് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് 4-5 അവിടെ ഇങ്ങനെ പൂജ അർച്ചന അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൽ ഈ ജലധാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാവരുടെ പേരിലും ജലധാര ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു കുടത്തിൽ ഇങ്ങനെ ഒരു തീർത്ഥം അങ്ങനെ എന്തോ ആയിരിക്കും, അതിലിങ്ങനെ ഈ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് അതൊക്കെ ചെയ്യുക കേട്ടോ. അതിനകത്ത് കയറി നമ്മളതിനെ ഇങ്ങനെ വലം വെച്ചിട്ട് നമ്മൾ തന്നെയാണ് ആ ശിവലിംഗത്തിൽ അതിങ്ങനെ ഒഴിച്ചിട്ട് ധാര ചെയ്യുന്നത്. അതൊക്കെ ചെയ്തു. പിന്നെ വേറെ താമരപ്പൂവും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ജലധാരയ്ക്ക് 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. നമുക്കവിടെ ഇരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു പൂജ ചെയ്യുന്നതിൻ്റെ കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ റെസിപ്റ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടു. അല്ലുകുട്ടൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ, ഭയങ്കര അലമ്പായിരുന്നു. ഇത് വലിയൊരു കൽവിളക്കാണ്. ആ ശിവലിംഗത്തിൻ്റെയൊക്കെ അവിടെ തന്നെ നമുക്ക് സപ്തഋഷിമാരുടെ സ്റ്റാച്യൂസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ആദിയോഗി ആദ്യമായിട്ട് എന്താ പറയുക സപ്തഋഷിമാർക്കാണല്ലോ
ആണല്ലോ യോഗയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ സിംബോളൈസ് ചെയ്തിട്ടായിരിക്കണം ആ സപ്തഋഷിമാരുടെതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അതിൻ്റെ അടുത്ത് ഉള്ള കുറേ പ്ലേസസ് ഒക്കെ നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെയൊക്കെ പോകണമെങ്കിൽ പോവാം. നമ്മളിപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു മണിക്കൂറോളമൊക്കെ അവിടെ നിന്നിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന്, പിന്നെ നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ടും അല്ലിക്കുട്ടൻ്റെ ഭയങ്കര ബഹളമായതുകൊണ്ടും പിന്നെ നമ്മൾ ഇറങ്ങി. നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി കേട്ടോ. നമ്മളൊരു 12 മണിയൊക്കെ ആവാനായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സ്റ്റാച്ചുവിൻ്റെ കഴുത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് രുദ്രാക്ഷമാലകൾ ചേർത്തിട്ടാണ് കേട്ടോ ആ വലിയ രുദ്രാക്ഷമാല കിടക്കുന്നത്. യോഗിയല്ലേ, അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ മാല അത് ഒരുപാട് എന്താ പറയുക രുദ്രാക്ഷങ്ങൾ ചേർത്തിട്ടാണ് കേട്ടോ ആ ഒരു വലിയ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ നമ്മളതിൻ്റെ ചോട്ടിൽ ചെന്നിരിക്കുമ്പോഴാണ് കേട്ടോ അറിയുക അത്രയും വലുതാണേ, നല്ല പൊക്കത്തിൽ അത്രയും വലുത്. വെറുതെ അല്ലല്ലോ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയത്. ഇവിടെ എന്നും വരാം കേട്ടോ. ഇവിടെ എന്നും രാവിലെ 6 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് കേട്ടോ നമുക്ക് എൻട്രി ഉണ്ടാവുക. ഇതിൽ 7 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ആ ഒരു 3D ലേസർ ഷോ ഉണ്ടാവുക. ഇവിടെ വരുന്നവരൊക്കെ ആ ഒരു ഷോയും കണ്ടിട്ടേ പോകാറുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ സമയത്തിൻ്റെ ഒരു ഇതും തിരിച്ചെത്തേണ്ടതുള്ളതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ ഇതിനെപ്പറ്റി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഫുൾ വെജിറ്റേറിയനൊക്കെ ആയിരുന്നതുകൊണ്ട് ഇന്നലെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഇതെടുത്തതുകൊണ്ടും നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ചു വെജ് മീലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്കറിയില്ല, നമ്മൾ എന്താ പറയുക പുറത്തായതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും ഫുഡൊന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അച്ചു വെജ് മീലാണ് പറഞ്ഞത്. അതിനകത്ത് ഇങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കാരക്കുഴമ്പ്, രസം, മോര്, പൊരിയൽ, വറുവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ മീലായിരുന്നു. അതിനകത്തും ഇതുപോലെ റൈസ്, മോര്, രസം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, ചിക്കൻ 65, ചിക്കൻ ഫ്രൈ, അങ്ങനെ ചിക്കൻ്റെ കുറേ സംഭവങ്ങൾ. പിന്നെ അവർക്ക് രണ്ടുപേർക്കും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും എന്താ പറയുക അടിപൊളിയായിരുന്നു. നമുക്ക് കാണാൻ തന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇലയിലാണ് കേട്ടോ ഇവിടെയൊക്കെ വിളമ്പുന്നത്. പിന്നെ ഇത് പപ്പടമല്ല, അപ്പളാണ് കേട്ടോ. റൈസാണെങ്കിലും ഒരു ബിരിയാണി റൈസ് പോലത്തെ ഒരു റൈസാണ്. ഞാൻ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു ചിക്കൻ ചെട്ടിനാടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക അച്ഛനും എനിക്കിവിടെ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ബിരിയാണിയിൽ എന്താ പറയുക ഒരു ലെഗ് പീസും ഒരു എഗ്ഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും പായസം നമ്മൾ എക്സ്ട്രാ ചോദിച്ച് വാങ്ങാനായിട്ട് ചെയ്തത് അല്ലിക്കുട്ടന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ കുടിച്ചിട്ടില്ല, അതും ഏട്ടൻ തന്നെ കേട്ടോ കുടിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ബിരിയാണിയൊക്കെ പറയാൻ എന്താ പറയുക അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടും ഓരോ ഗോലിസോടൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അഫോർഡബിൾ ആയിരുന്നു കേട്ടോ, വലിയ പ്രൈസ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കും, എനിക്ക് അതേ ടേസ്റ്റാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്നിട്ട് അവിടെ ബീഡയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, സ്വീറ്റ് ബീഡ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. തിരിച്ച് ഞങ്ങൾ അട്ടപ്പാടി അഗളി വഴിയാണ് കേട്ടോ പോകുന്നത്. ജസ്റ്റ് എന്താ പറയുക ഒരേ വഴി തിരിച്ചു പോകാതെ കുറച്ച് വേറെ വ്യൂസൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതിനെ പറ്റിയും പിന്നെ ഫുഡിനെ പറ്റിയും ഒക്കെ വർത്താനം പറഞ്ഞു കേട്ടോ പോയത്. ഫുഡ് ഏട്ടന് ഭയങ്കര എരിവായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ ഏതോ 1-2 കറിക്ക് ഭയങ്കര എരിവായിരുന്നു, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റാച്ചുവിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയുക പൊടിക്കാറ്റടിച്ചിട്ട് ഫുൾ പൊടിയായിരുന്നു, തലയിലും മുഖത്തും മേലൊക്കെ ഫുൾ മണലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് കളയാം. പിന്നെ എന്താ പറയുക ഭയങ്കര ക്ഷീണിച്ച്, യാത്രയുടെ ക്ഷീണവും ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അട്ടപ്പാടിയിലോട്ടൊക്കെ കയറുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. എണ്ണ അടിക്കാൻ മാത്രമല്ല നമുക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ നിർത്തി ഒന്ന് ഫ്രഷൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സോൻ പപ്പടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കഴിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര ഉറക്കം വരുന്നു പറഞ്ഞിട്ട് പിന്നെ ഏട്ടനും അച്ഛനും കൂടെ പോയിട്ട് ഓരോ കട്ടനൊക്കെ അടിച്ചു കേട്ടോ. കാരണം ഡ്രൈവ് ചെയ്യുന്നില്ലേ, ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൊത്തം ക്ഷീണത്തിൻ്റെ ഇതൊക്കെ കൊണ്ട് ഉറങ്ങിപ്പോയാലെന്ന് വിചാരിച്ചിട്ട് ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മൾ പോയ അട്ടപ്പാടിക്ക് കയറുമ്പോൾ പിന്നെ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, ഫുൾ ചുറ്റും മരവും കാടും അങ്ങനെയൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീരാനായതുകൊണ്ട് ഞാൻ പിന്നെ അധികമൊന്നും വീഡിയോസൊന്നും പിന്നെ എടുത്തില്ല, കാരണം വീടെത്തുന്നവരെ ജീവൻ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിർത്തി വെച്ചപ്പം കുറേ മങ്കീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആദ്യമൊക്കെ വന്ന് ഞങ്ങളെ കുറേ പേടിച്ചു, ഞങ്ങളല്ല ഞാൻ കുറേ പേടിച്ചു. അല്ലുക്കുട്ടനൊക്കെ ഇതാ അവൻ്റെ ലോലിപ്പോപ്പൊക്കെ കാണിച്ച് അതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് അത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വന്ന് സൈഡിൽ മിററിലൊക്കെ ഇരുന്നിട്ട് ഇതിങ്ങനെ തുറക്കാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി എടുക്കാൻ നേരത്തും അത് പോകുന്നൊന്നുമില്ല, തട്ടിയിട്ടും പേടിപ്പിച്ചിട്ടും ഒന്നും അത് പോകുന്നില്ല. അകത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സൈഡ് മിറർ തുറക്കാൻ പേടിയായിട്ട്, വിൻഡോ തുറക്കാൻ പേടിയായിട്ട് ഞാൻ പിന്നെ തുറക്കാതെ അത് നമുക്ക് അവിടെ നിന്ന് വേഗം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴതായി ഒരു കുഞ്ഞി കുരങ്ങനെ കണ്ടത്. അതെന്തോ കഴിക്കുക, ലോലിപ്പോപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയത്. അതിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ അതിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അല്ലിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായി, കാരണം കുറേ മങ്കീസിനെ കണ്ടല്ലോ. അപ്പോൾ അവനെ കാണാൻ വേണ്ടി കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങിയില്ല. ഞാൻ പുറത്തിറങ്ങി ആ വ്യൂ ഒക്കെ കാണാം, ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നിർത്തിയത്. പക്ഷേ ഈ മങ്കീസിനെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ സൈഡിലെ വിൻഡോ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കൂടെ അകത്തോട്ട് കയറാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അടച്ചതായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ പുറത്തൊന്നും ഇറങ്ങിയില്ല. എന്തിനാ വെറുതെ അവരുടെ നിന്ന് കടിയൊക്കെ കൊള്ളുന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്ത് ഇതാ വേറെ ഒരു മങ്കി എൻ്റെ ബേബിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അതും കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. പോകുന്ന വഴി അട്ടപ്പാടി വ്യൂ പോയിൻ്റൊക്കെ കാണണം ഒക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അതിൻ്റെ സ്ഥലം പോയതോ അല്ലെങ്കിൽ അത് മിസ്സായതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എവിടെയോ എത്തിയതിന് ശേഷം ഞങ്ങളൊന്ന് വഴി ചോദിക്കുമ്പോഴാണ് അതൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ. വിചാരിച്ചു ഇനി വരുമ്പോൾ പിന്നെ നോക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു പോയി കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങളെ പെരിന്തൽമണ്ണ നാട്ടിലെത്തി കേട്ടോ. നാട്ടിലെത്തി. അപ്പോൾ അമ്മേനെ ഷോപ്പിൽ വിളിച്ച് നോക്കുമ്പോൾ അമ്മ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഷോപ്പിൽ കയറേണ്ട വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വൈകുന്നേരമായി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ സ്ഥിരം ബജിക്കടയിൽ നിർത്തി. അപ്പോൾ ഏട്ടനെ വെച്ച് ഇറങ്ങി, ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾ അവിടെ തന്നെ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അല്ലുക്കുട്ടൻ എന്താ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണ്. ഏട്ടനവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് അവൻ ഓരോന്നും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഏട്ടനൊക്കെ ചായ കുടിച്ചു, ഞാൻ ചായ കുടിച്ചില്ല. എനിക്കും അല്ലുക്കുട്ടനും വേണ്ടി എന്താ ബജ്ജിയും കട്ലറ്റും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചട്നി ഭയങ്കര ഏരിയാണ് കേട്ടോ. പക്ഷേ അല്ലുക്കുട്ടൻ അതിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവന് ബജ്ജി വേണ്ട, കട്ലറ്റ് മതി പറഞ്ഞിട്ട് അവനൊരു കട്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബജ്ജി ഭയങ്കര എരിവായിരുന്നു. അപ്പോൾ അതും ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കി ഏട്ടനെന്നെ കൊടുത്തു. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വേഗം വീട്ടിൽ പോയി. അങ്ങനെ പോയി വരുന്നവരെ മഴ പെയ്യാത്തതുകൊണ്ട് അതും ഒരു സമാധാനമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പം അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയോട് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.